ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ എൽ ക്ലാസിക്കോ മത്സരങ്ങൾ റയൽ മാഡ്രിഡ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. 4 മത്സരങ്ങൾ കളിച്ചു, 4ലും പരാജയപ്പെട്ടു. വലിയ വലിയ തോൽവികളാണ് റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 4 എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ നിന്ന് ആകെ 16 ഗോളുകളാണ് റയൽ മാഡ്രിഡിന് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല ലാലിഗ കിരീടം ഏറെക്കുറെ കൈവിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലത്തെ മത്സരത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്കാണ് റയലിനെ FC ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. മോശം പ്രകടനമാണ് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. ഏതായാലും റയലിന്റെ ആരാധകർ എല്ലാവരും വലിയ കലിപ്പിലാണ്. സോഷ്യൽ മീഡിയയിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല റയലിന്റെ ട്രെയിനിങ് ക്യാമ്പിന്റെ പുറത്തും ആരാധകർ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് വൽഡെബാസിന്റെ പുറത്ത് ഒരു എഴുത്ത് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഷെയിം അഥവാ നാണക്കേട് എന്നാണ് ഇപ്പോൾ റയലിന്റെ ആരാധകർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു പ്രതിഷേധം അവർ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റയൽ താരങ്ങൾ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേയാണ് ഈ ഒരു ബാനർ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഉടൻ തന്നെ അധികൃതർ അത് നീക്കം ചെയ്തു എന്ന കാര്യം കൂടി ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല താരങ്ങൾ എത്തുന്നതിന് മുന്നേ ചില ആരാധകർ അവിടെ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ചില ആരാധകരൊക്കെ വാൽഡെബാസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ആരാധകർ എല്ലാവരും കടുത്ത നിരാശയിലാണ്. അത്രയും ദയനീയമായ പ്രകടനമാണ് ഇത്തവണ റയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റയലിന്റെ ഡിഫൻസ് വളരെ പരിതാപകരമാണ്. പെരസ് കാര്യമായ മാറ്റങ്ങൾ വരുന്ന സമ്മറിൽ വരുത്തിയിട്ടില്ലെങ്കിൽ അടുത്ത സീസണിലും ഇത് തന്നെ ആവർത്തിച്ചേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.